ഹലോ എവ്രി വൺ, ഒരുപാട് നാളത്തെ ബ്രേക്കിന് ശേഷം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ നല്ല ഫ്രേഗ്രൻസ് ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ മുറിയിൽ ഇങ്ങനെ ചങ്ങനത്തിൽ വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ധൂപം എന്നൊക്കെ പറയുന്ന സാധനമില്ലേ. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് ഫ്ലോപ്പ് ആയതും സക്സസ് ആയതുമായിട്ടുള്ള ഒരു 4 പ്രോഡക്റ്റ്, പ്രൊമോഷൻ ഒന്നും അല്ല, പക്ഷെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സും പേഴ്സണൽ ഫ്ലോപ്സും കാണിച്ചു തരാം. ഓക്കെ, ആദ്യം നമുക്ക് പറ്റിയ അബദ്ധത്തിലേക്ക് നമുക്ക് കിടക്കാം. സോ ഫസ്റ്റ് വൺ ഈ പറയുന്ന ലിയയുടെ 20 റുപ്പീസ് വരുന്ന ഫ്രേഗ്രൻറ്റ് കോൺസ് ആണ്. ഇതിന് പക്ഷേ സംഭവിച്ചു പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജാസ്മിൻ്റെ കണ്ടപ്പം ആക്രാന്തം മൂത്ത് ഞാൻ റോസിൻ്റെതും കൂടെ വാങ്ങിച്ചു. 20 റുപ്പീസേ ഉള്ളൂ. അപ്പം അത് കണ്ട് വാങ്ങിച്ചിട്ട് ഇത് കത്തിച്ച് കഴിഞ്ഞപ്പം പുകയുടെ മണമാണ്, അത്ര നല്ല സുഖമുള്ള മണമൊന്നുമല്ല. അതുകൊണ്ട് ഇത് അധികം തീരാതെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പിന്നെ കഷ്ടപ്പെട്ട് കത്തിച്ച് ഇങ്ങനെ തീർത്തോണ്ടിരിക്കുകയാണ്. സോ ഇതിനകത്ത് ഇങ്ങനത്തെ ഈ തരത്തിലുള്ള കോൺസാണ് വരുന്നത്. ഓക്കെ, ഇതിങ്ങനെ കൈ കൊണ്ടൊന്നും കുട്ടികളൊന്നും തൊടാൻ പാടില്ല. വലിയവരും തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ കൈ കഴുകിക്കോണം. വെച്ചിട്ട് കണ്ണം കാണും തിരുമാൻ പോയിട്ടുണ്ടെങ്കിൽ വിവരമാണ്. ഇങ്ങനെ തുറക്കുമ്പോൾ ഇതിന് നല്ല മണമാണ്, പക്ഷെ ഇത് കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ മണമൊന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ അവരൊരു സൂത്രം കൂടെ തരും. ഇത് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ വെക്കുന്ന സ്ഥലത്തൊന്നും പുകയോ ചാരമോ ഒന്നും ആവത്തില്ല. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കത്തിക്കാം. സംഭവം കൊള്ളാം, പക്ഷേ എനിക്കെന്തോ മണം അങ്ങോട്ട് വാക്കായില്ല. സെയിം സാധനം തന്നെയാണ് ഈ പറയുന്ന റോസിൻ്റെതും. ജാസ്മിൻ്റെത് കത്തിച്ച് ഇപ്പം തന്നെ ഒരുമാതിരി മാറ്റം വരുന്നു. ജാസ്മിൻ്റെ കത്തിച്ചിട്ട് വലിയ ഗുണമൊന്നും ഇല്ലാത്തതുകൊണ്ട് റോസിൻ്റെ കത്തിച്ച് നോക്കി സെയിം ഇഫക്റ്റ് തന്നെയാണ്, വലിയ സുഖമൊന്നുമില്ല. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ ഈ വൈകുന്നേരമൊക്കെ നമുക്ക് ഇതിനെ ഓടിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ പിന്നെ സക്സസ് ആയ രണ്ടെണ്ണമെന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് ഏറ്റവും എൻ്റെ ഫേവററ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരു സ്റ്റോറിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് മൈസൂർ സാൻഡൽസിൻ്റെ റോസ് അഗർബത്തി. ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപയേ ഉള്ളൂ. ശരിക്കും ഞാൻ എടുത്ത സമയത്ത് ഓർത്തു ഇതിന് നല്ല വിലയായിരിക്കും, പക്ഷെ 10 രൂപയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു എത്ര സ്റ്റിക്ക് ഉണ്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഏതാണ്ട് ഒരു 10-15 എണ്ണം ഉണ്ട്. പക്ഷേ നല്ല മണമാണ് കേട്ടോ. ആ കത്തിക്കുമ്പോൾ പെട്ടെന്ന് തീർന്നു പോകുമെങ്കിലും കത്തുന്ന അത്രയും നേരം നല്ല സ്മെല്ലുണ്ട്. അതുപോലെ അടുത്തതെന്ന് പറയുന്നത് ഉഷസിൻ്റെ കുന്തിരിക്കം സാമ്പ്രാണി. ഇതിനകത്ത് ഇവർ എഴുതിയിരിക്കുന്നത് കൊതുകിനെ തുരത്താനൊക്കെ നല്ലതാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്, വായു ശുദ്ധീകരണത്തിന് നല്ലതാണെന്ന് എഴുതിയിട്ടുണ്ട്. സംഭവം ഇതിനകത്ത് വളരെ കുറച്ച് സ്റ്റിക്സ് മാത്രമേ ഉള്ളൂ. 35 രൂപയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റിക്ക് ഇത്രയും വരും ഒരു സ്റ്റിക്ക്. പക്ഷെ ഇതൊരു 1 അവറോളം കത്തി നിൽക്കും കേട്ടോ. ഇതിനകത്ത് അവരത് ഓൾറെഡി പറയുന്നുണ്ട്. എനിക്കൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ 1 അവറോളം ഉണ്ട്. എന്നാൽ വലുതായിട്ട് കുന്തിരിക്കത്തിന്റെ മണം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇതിലും നല്ലത് വേറെ ഒരു കുന്തിരിക്കം സാമ്പ്രാണി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പാക്കറ്റിൽ കിട്ടുന്നുണ്ട്. അതാണ് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതുപോലെ മണത്തിനോട് അല്ലെങ്കിൽ നല്ല മണങ്ങളോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ഇനി വേറെ ഏതെങ്കിലും ഇതുപോലെ മണമുള്ള ചന്ദനത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ ധൂപോ ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സജഷൻസും കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.